വിഷ്ണു, പാടി പാടി എന്നെ സംഖ്യയാക്കണ്ട, ഞാൻ സംഖ്യയാവില്ല. ആദ്യം ഒരു നിലപാടുണ്ടാവണം. ഏത് പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയണം. ഞാൻ പറയുന്നു, ഞാൻ സ്വതന്ത്രമായി നിൽക്കും, മത്സരിക്കാൻ താല്പര്യമെങ്കിൽ ഞാൻ സ്വതന്ത്രമായി പോകും എന്നൊക്കെ പറഞ്ഞ അഖിൽ മാറാർ അവസാനം NDAയിൽ ചേർന്ന വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് കിട്ടുന്ന വാർത്തയനുസരിച്ച് അഖിൽ മാറാർ NDA വിട്ടു. അതായത് 2020 നിന്ന് അഖിൽ മാരാർ ഇറങ്ങി. ഇപ്പോൾ വളരെയധികം കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയധികം കോമാളി ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഈ അഖിൽ മാരാർ എന്നൊക്കെ ഇവിടെ അദ്ദേഹം തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെയധികം രസകരമായൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഇത് നിലപാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിലപാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമെന്നായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയിരുന്ന വിശദീകരണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന അറിവ് അങ്ങനെയായിരുന്നു. പിന്നീട് അവിടെ അഖിൽ മാരാറും കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കോൺഗ്രസ് അവിടെ പരിഗണിക്കാത്തൊരു സാഹചര്യം വരുന്നു. രശ്മി അപ്പോ BJPയിലേക്ക് ആള് പോകുന്നു. അങ്ങനെയാണ് കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പിന്നീട് അയാൾ തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് അപ്പോഴേക്കും സാബു ജേക്കബ് ഏജൻസികൾ 2020 ഏജൻസികൾ അഖിൽ മാരാറിനെ വിളിക്കുന്നു. ആ സമയത്തൊന്നും ആള് പോകാനൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പയ്യെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പോകുന്നു. അവിടെ തൃപ്പൂണിത്തുറ തരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതെ, കൊട്ടാരക്കര അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ എന്നുള്ള രീതിയിൽ നമ്മളുടെ BJPയുടെ മെയിൻ ആള് തന്നെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഉറപ്പ് പറഞ്ഞ കാര്യമായിരുന്നു. അഖിൽ മാരാർക്ക് തൃപ്പൂണിത്തുറ തന്നിരിക്കും, തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നത്. അഖിലിനൊരു വിഷമം ഉണ്ടായിരുന്നു, കൊട്ടാരക്കര കിട്ടിയില്ലല്ലോ എന്ന്. കൊട്ടാരക്കരയിൽ നിന്നായിരുന്നെങ്കിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതില് അഖില് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കൊട്ടാരക്കരയിൽ ആവശ്യപ്പെട്ടിരുന്നു, സ്വന്തം സ്ഥലം കൂടെയാണ്. പക്ഷേ പിന്നീട് ഒരു രശ്മി വരുന്നു, കോൺഗ്രസ് വിട്ടുകൊണ്ട് ഒരു രശ്മി അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. രശ്മി വന്നതാണോ വരുത്തിച്ചതാണോ എന്നാണ് അഖിൽ മാരാർക്ക് ഇപ്പോഴുള്ള സംശയം. രശ്മിയാണ് പിന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്, NDAയുടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത്. കൊട്ടാരക്കര അങ്ങനെ അഖിലിന് നഷ്ടമായി. പിന്നീടുണ്ടായിരുന്ന ഒരു ലക്ഷ്യം തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകാനായിട്ട് എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ സാബു ജേക്കബ് തൃപ്പൂണിത്തുറയിൽ നിന്നല്ല മത്സരിക്കാൻ വേണ്ടിയിട്ട് 2020യുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് അഞ്ജലിയെ വിളിക്കുന്നത്. ചക്ക അടയാളം ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോ വലിയ ഇതായിരുന്നല്ലോ, താമര പൊളിക്കുന്നത് പോലെയാണ് ചക്ക കാണുന്ന പോലെയാണെന്നല്ലേ, അങ്ങനെ അത് വലിയ വിഷയമായിരുന്നു നമ്മുടെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഞ്ജലിയെ വിളിക്കുന്നത്. അഞ്ജലി അപ്പൊ പറയുന്നത് എനിക്ക് എന്റെ സ്വന്തം സ്ഥലമായ തൃപ്പൂണിത്തുറ മതി എന്നാണ്. അപ്പൊ അഖിലിന് അവിടെയും അവഗണന നേരിടേണ്ടി വന്നു. അതെ, തൃപ്പൂണിത്തുറയും അങ്ങനെ പോയി. അവസാനമാണ് രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ അഖിൽ തന്നെ പറയുന്നുണ്ട്, RSSകാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിലപാട് എന്ന് പറയുന്നത് എവിടെ പോയി എന്നുള്ളതാണ്. ഒരിക്കലും സംഖ്യയാവില്ല എന്ന് പറഞ്ഞ ഒരാളാണ് അഖിൽ മാരാർ. അവസാനം കോമാളിയാവണം അല്ലെ, എന്നെ പാടി പാടി സംഖ്യയാക്കരുത് എന്ന് പറയുന്നത്. അവസാനം ഇവിടെ തന്നെ വന്നു പെട്ടു. അതെ, ആയിക്കോട്ടെ, അവിടെ മത്സരിക്കാനായിട്ട് എവിടെ നിൽക്കുമെന്ന് വീണ്ടും അവ്യക്തത നിൽക്കുന്നു. അങ്ങനെയാണ് അവസാനം തൃക്കാക്കരയെങ്കിൽ തൃക്കാക്കര എന്ന രീതിയിലേക്ക് സാബു ജേക്കബ് ഒക്കെ ചേർന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അതിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അതും ആർക്കെതിരെയാണ് നിന്നത്? ഉമാ തോമസിനെതിരെയാണ് നിന്നത്. PT തോമസിന്റെ ഭാര്യയാണ്. അതെ, അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ അത്രയും പാരമ്പര്യം, കോൺഗ്രസിന്റെ അത്രയും പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ് പ്രധാനമായിട്ടും തൃക്കാക്കര എന്ന് പറയുന്നത്. പക്ഷെ വലിയ വിജയ സാധ്യതയോടുകൂടെ തന്നെയാണ് അഖിൽ മാരാർ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അഖിൽ മാരാറിന് ഇത്രത്തോളം ഇങ്ങനെ ഫാൻ ബേസ് ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കറിയാം, ബിഗ് ബോസ് താരമാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഒരു ബിഗ് ബോസിനകത്ത് എടുത്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ തന്നെയും പുറത്ത് ഒരുപാട് ഫാൻസിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അഖിൽ മാരാറിന് ഇത്രയധികം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് വരുന്നത്. ഇപ്പോൾ അഖിൽ മാരാർ തന്നെ പറയുന്നത്, പേർളിക്ക് നഷ്ടമായത് 3-4 ലക്ഷം ആൾക്കാരെയാണെങ്കിൽ എനിക്ക് 70,000-ൽ പരം ആൾക്കാരെയാണ് ഇതിനു ശേഷം നഷ്ടമായതെന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. അപ്പം ആൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് ഒരുപാട് പേർ തനിക്കെതിരെയായി എന്നുള്ളത്. എന്നിരുന്നാലും ആള് തൃക്കാക്കരയിൽ മത്സരിക്കാനൊക്കെ തയ്യാറാവുന്നു. പക്ഷേ പൈസ അവിടെ ഒരു വിഷയമായി മാറി. സ്വന്തം
കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരുന്നു. അതിൽ ആൾക്ക് ഏറ്റവും വിഷമം 20 ലക്ഷം രൂപയുടെ BMW ബൈക്ക് വിറ്റിട്ടാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. അവിടെ തോൽവിയേക്കാൾ നേരിട്ടു. അതിനുശേഷവും സാബു എം ജേക്കബിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് ആളുടെ ഒരു പരാതി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. അത് നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് എന്താണ്? തിരക്കാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കാമല്ലോ. ഇതിൽ 2020 കൈയൊഴിഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു അവഗണന കാണിച്ചു എന്നുള്ളതാണ്. ഈ അഖിൽമാരാരോട് തന്നെ ആദ്യമേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാവ് പറഞ്ഞിട്ടും തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തില്ല. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന പത്തനാപുരത്താണ് അഖിൽ നിൽക്കുന്നത്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, സോറി പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നാണ് അഖിൽ പറയുന്നത്. അങ്ങനെ നിരവധി കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ അഖിലിന്റെ കേസിലും വലിയ അവ്യക്തത, പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഒരു സ്ഥലത്ത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അവസാനം തൃക്കാക്കരയിലാണ് നിന്നത്. പക്ഷേ ഞാൻ നോക്കിക്കാണുന്ന തൃക്കാക്കരയിൽ അഖിൽ കാഴ്ചവെച്ചൊരു മത്സരം നിസ്സാര മത്സരമല്ല. കാരണം 3ാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും CPI രണ്ടാമതുണ്ടായിരുന്ന CPI 10,000 ചില്ലാൻ വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് ഞാൻ വിചാരിക്കുന്ന അത്രയും രാഷ്ട്രീയവാദികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ യുവത്വം ഒരു ലൈക്കിന്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ വോട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതാണ് ഞാനിവിടെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് അവർ ഒരു സക്സസിലേക്ക് വരുന്നത്? ഒരിക്കലുമില്ല. അവിടെ 3ാം സ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പരാജയം തന്നെയായിരുന്നു. ഉമാ തോമസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പരാജയം തന്നെയായിരുന്നു. ഉമാ തോമസ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ പ്രാവശ്യം വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ അഖിലിന്റെ വോട്ട് ഷെയർ, അഖില് നിസാര വോട്ടിനാണ് 3ാം സ്ഥാനത്തേക്ക്, 2ാം സ്ഥാനത്തിൽ നിന്ന് 2ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM സ്ഥാനാർത്ഥിയിൽ നിന്ന് അഖിലിന്റെ വോട്ട് ഷെയർ നോക്കുമ്പോൾ 10,000 ചില്ലാനേ ഉള്ളത്. നിസാരമായിട്ടൊരു കണക്കാ ഞാൻ കാണുന്നില്ല. ഉറപ്പായിട്ടും അത് നോക്കേണ്ട ഒരു വസ്തു തന്നെ. അപ്പോൾ വോട്ട് പിടിക്കാനായിട്ട് അഖിലിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അഖിലിന് അവിടെ പ്രവർത്തിക്കാൻ പോലും ആരുണ്ടായിരുന്നില്ല. സാബു എം ജേക്കബ് പറഞ്ഞത് ഞങ്ങൾക്കൊരു കൗൺസിലർ തൃക്കാക്കരയിലുണ്ട്, 18ഓളം കൗൺസിലർമാരെ ഞങ്ങൾ നിർത്തിയതാണ്. പക്ഷെ അഖിൽ പറയുന്നു 2 പേരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പ്രചാരണത്തിന് ഇറങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിപ്പോൾ സഹി കെട്ടിട്ടാണ് ഇവിടെ അഖിൽമാരാർ ഈ പാർട്ടി വിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആദ്യം തന്നെയുള്ള അവഗണന, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നത്, അത് ആദ്യത്തെ അവഗണനയാണ്. പിന്നെ നമ്മൾ പ്രധാനമായി ഒരു പാർട്ടിയുടെ കീഴിൽ നിലനിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിയാവുമ്പോൾ ആ പാർട്ടി ഫണ്ടാണ് കിട്ടേണ്ടത് പ്രധാനമായിട്ടും. ഇത് പാർട്ടി ഫണ്ട് മുഴുവനായിട്ടും കിട്ടാതെ തങ്ങളുടെ കാശ് തന്നെ, വ്യക്തിപരമായ കാശ് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇടപെടുന്നു. എന്നാൽ ജയിക്കുന്നുമില്ല, അവിടെ തോൽവി വരികയാണ്. പിന്നെ നമുക്കത് പറയാം. അതെ, അത് മാത്രമല്ല ഇവിടെ കൂടെ ആരും പ്രവർത്തിക്കാനും ഉണ്ടായിരുന്നില്ല. NDAക്ക് അവിടെ ഒരു ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്, അല്ലെ? അപ്പൊ എത്രത്തോളം ഒരു അവഗണനയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം തോൽവിയുടെ കാരണമായിട്ട് പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തോറ്റപ്പോൾ ആ സമയത്തൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകുവാണ് പുറത്തേക്ക്. ഒരുപക്ഷെ പറഞ്ഞതുപോലെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നിരന്തരം ട്രൈ ചെയ്യുന്നുണ്ടാവും. ഈ പൈസ 20 ലക്ഷം രൂപയുടെ BMW ഇത് തിരിച്ചെടുക്കണമല്ലോ, വിറ്റതാണ്, ഇതിന് തിരിച്ചു പിടിക്കണം, എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം വേണം. അപ്പം നിരന്തരം സാബു എം ജേക്കബിനെ ട്രൈ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആള് പണ്ട് തന്നെ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി തെലങ്കാനയിൽ പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് തിരക്കായിരിക്കും. എന്താണെങ്കിലും അഖിൽ മാരാറിനെ സാബു എം ജേക്കബ് കൈ ഇഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇവര് ഈ 2020 എന്ന പാർട്ടി BJPയെ സപ്പോർട്ട് ചെയ്തതിന്റെ അന്ന് തൊട്ട് ആ പാർട്ടിയുടെ ഒരു നില അധപ്പതനത്തിലേക്ക് വന്നിട്ടുണ്ട്. നിരവധിയായുള്ള പ്രാദേശിക നേതാക്കൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. BJPയുമായി ചേർന്ന് പോകാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അഞ്ജലിയോട് വിളിച്ച് ചോദിക്കുന്ന ഒരു സ്ഥിതി കൊണ്ട് ഉണ്ടായി. അഖിൽമാരാർ ചോദിച്ചു, അഞ്ജലി പൈസ കിട്ടിയോ? അഞ്ജലി പറയുന്നില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ 2020യും ഒരു താഴ്ചയിലേക്ക് തന്നെ കുതിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ കുത്തൊഴുക്കിൽ അഖിൽമാരാറും പോയിട്ടുണ്ട്. ഇതിപ്പോ ഒരു അവസാനം പറയുമല്ലോ, എല്ലാം തുറന്നു പറച്ചിലായിപ്പോയി. അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ സങ്കടം, ഇലക്ഷന് തോറ്റ സങ്കടം ഇവിടെ അവസാനം ഈ സമയത്താണ് അദ്ദേഹത്തിന് പറഞ്ഞു വെക്കാൻ പറ്റുന്നത്. ഒഫീഷ്യലി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഇപ്പൊ അഖിൽമാരാർ ഇറങ്ങി എന്തായാലും ഒരു പരിഹാസ കഥാപാത്രമായിട്ട് അദ്ദേഹം മാറിത്തീർന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്.